സാർവദേശീയ തൊഴിലാളി ദിനാഘോഷത്തിന്റെ ഭാഗമായി CITU, AITUC, HMS, NLC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ സംയുക്ത തൊഴിലാളി റാലിയും പൊതുസമ്മേളനവും നടത്തി. കച്ചേരിപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി പള്ളുരുത്തി വെളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് T. രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ തൊഴിലാളി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പള്ളുരുത്തിയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. CITU, AITUC, HMS, NLC എന്നീ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സമ്മേളനം. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി പള്ളുരുത്തി വെളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് T. രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. അപൂർവമായി സംഭവിച്ച ഒന്നായിരുന്നു 1886 തൊഴിലാളി സമരം. ആ സമരത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് 1889 മഹത്തായ രണ്ടാം ഇന്റർനാഷണലാണ് ലോകത്തെ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തത്. മെയ് 1-ാം തീയതി ലോകത്തെ തൊഴിലാളികൾ മെയ് ദിനമായി ആചരിക്കണമെന്ന് രണ്ടാം ഇന്റർനാഷണലിന്റെ തീരുമാനമാണ്. KJ ബേസിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KA അലി അക്ബർ, VN അംബരീഷൻ മാസ്റ്റർ, സുരേഷ് ബാബു, KP ശെൽവൻ, KP മണിലാൽ, KD പ്രസാദ്, ആന്റണി ശീലൻ, ജെയ്സൺ T. ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിടുന്നത് തന്നെ ചിക്കാഗോയിൽ നടന്ന ഈ ഉജ്ജ്വലമായ പോരാട്ടമാണ്. അതാണ് ലോകത്തെ വിളിച്ചു പറഞ്ഞത്. പണിയെടുക്കുന്ന തൊഴിലാളികൾ അടിമകളല്ല. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ചിക്കാഗോയിലെ തൊഴിലാളികൾ സമരരംഗത്തേക്ക് എത്തിയത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ആ സമരമാണ് ഇന്ന് ആനുകൂല്യങ്ങളുടെയൊക്കെ തുടക്കത്തിന് കാരണമായ തൊഴിലാളി സമരമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.